ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പൂടൂർ റൂട്ടിൽ ആനിക്കോട് ജംഗ്ഷൻ എന്ന് 400 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ആനിക്കോട് ജംഗ്ഷൻ. അത്യാവശ്യം നല്ലൊരു ജംഗ്ഷനാണ്. പാലക്കാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മേഴ്സി കോളേജിൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് സരിക സ്കൂളാണ്. ഏകദേശം 8 വരയ്ക്കും ഇവിടെ ഉണ്ട്. ഓക്കെ, 8ാം ക്ലാസ് വരയ്ക്കും ഇവിടെ പഠിക്കാനുണ്ട്. സരിക പബ്ലിക് സ്കൂൾ. സോ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഈ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടി. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. ഈ കാണുന്നതാണ് ഈ റോഡ്. ശരിക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട്ടിലേക്കുള്ളൂ. ഓൺലി 100 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. വീട്ടിൽ കയറി വഴിക്കാൻ നമുക്ക് നല്ല കംപ്ലീറ്റ് ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ട്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പൈപ്പ് കണക്ഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ വെല്ലുണ്ട്. നല്ല അടിപൊളി കിണർ, വറ്റാത്തൊരു കിണറുണ്ട്. ഓക്കെ, ഓപ്പൺ വെല്ലും പൈപ്പ് ലൈനും. അതുപോലെ 2 നല്ല തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല തേങ്ങകളുള്ള 2 തെങ്ങും. ഓക്കെ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അതിന് ഒരു മനോഹരമായിട്ടുള്ള 2 പോർഷൻ. വീടിൻ്റെ ഫ്രണ്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്ലിയറാണ്. നമുക്കൊരു ഷീറ്റൊക്കെ വെച്ച് ഇറക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. രണ്ടാമതൊരു തെങ്ങ്. അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണുള്ളത്. 2 ആണെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയിൽ കൂടുതൽ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റുവട്ടം നോക്കാം. സൈഡുകളിൽ നോക്കുകയാണെങ്കിൽ അധികം സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡും അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെറിയ സ്പേസേ ഉള്ളൂ. ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്പൺ ഡൈനിങ് ഒക്കെ ഇവിടെ ഒരുക്കാം. ഫാമിലിക്കൊക്കെ ഒരു ഗെറ്റ് ടുഗദർ വെക്കാൻ പാകത്തിന് നല്ല സ്പേസ് ഉണ്ട്. ഇല്ല എക്സ്ട്രാ ഒരു ബെഡ്റൂം എടുക്കണമെങ്കിൽ അത് എടുക്കാം. അതിനൊക്കെ പറ്റിയ സ്പേസ് ബാക്ക് സൈഡിൽ കാലിയായിട്ട് എടുക്കണം. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇവിടെ നിന്ന് വയ്ക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ ചെറിയൊരു സ്പേസേ ഉള്ളൂ. അവിടെ ഒരു പഴയ ആലുവ അടുപ്പിൻ്റെ ഒരു ഇതുണ്ട്. അവരത് കിച്ചൻ്റെ അവിടെയൊക്കെ ക്ലിയർ ചെയ്തിരിക്കുകയാണ് ഈ ഭാഗം. ഈ ഒരു വഴി കാണുന്നത് ഇവിടെ സ്റ്റെയറാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വെളിയിലൂടെയാണ് മേലോട്ടുള്ള സ്റ്റെയർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടേജ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ല സ്പേസ് ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. സൈഡിൽ മാത്രം ചെറിയൊരു സ്പേസിൻ്റെ ഇതേ ഉള്ളൂ. നമുക്ക് മേൽഭാഗം ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ വെളിയിലൂടെയാണ് സ്റ്റെയർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരാൾ എടുക്കുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ മേലേക്ക് സ്റ്റെയർ വീട് കെട്ടണമെങ്കിൽ നമുക്ക് അവിടെയും വാടകയ്ക്ക് കൊടുക്കാം. ഇനിയല്ല നമ്മൾ താമസിക്കുകയാണെങ്കിൽ കൂടി ഇതിൽ കൂടെ സ്റ്റെയർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ടെറസ് ഏരിയ ഉണ്ട്. ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുകളുണ്ട്. നല്ലൊരു ഹൗസിംഗ് കോളനി തന്നെയാണ്. തെങ്ങ് പറയാനില്ല, അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. ഓക്കെ, ചുറ്റുവട്ടം നല്ല വീടുകളും നല്ല പച്ചപ്പും നിറഞ്ഞ ശാന്തമായിട്ടുള്ള ടൗണിന് അടുത്തുമാണ്, എന്നാൽ ശാന്തമായിട്ടുള്ള ഒരു പ്ലേസുമാണ്. നമുക്ക് മേഴ്സി കോളേജ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗണിനകത്തായി. അപ്പോൾ ആ മേഴ്സി കോളേജ് ജംഗ്ഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള ആ ഒരു ഫ്രണ്ട് ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ആ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വീടിൻ്റെ ഔട്ട്സൈഡൊക്കെ കണ്ടു. ഇനി നമുക്ക് ഉള്ളും കൂടി കാണാം. ഔട്ട് സൈഡിൽ നിന്ന് കണ്ടു ചെറിയൊരു കാർ പോർച്ചാണ് അവിടെ കണക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഷീറ്റ് ഇറക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഒരുപാട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കയറി ഒഴുകി നമുക്കൊരു സിറ്റ് ഔട്ടാണ് കാണുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സിറ്റ് ഔട്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. പിന്നെ ഡോറിന് മുമ്പായിട്ട് കൊതുക് കയറാണ്ടിരിക്കാൻ അതിൻ്റെ നെറ്റ് വെച്ചിട്ടുള്ള ഒരു ഡോർ കൂടി ഉണ്ട്. കയറുന്ന വയ്ക്ക് നല്ല തേക്കിൻ്റെ ഡോറ്. അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് കാണുന്നത്. അതിലവർ പൂജ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള, അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീട് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർബായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. വലിയൊരു ഹാള് തന്നെയാണ്. ഈ ഹാളിൽ തന്നെയാണ് നമുക്ക് കിച്ചണിലോട്ടും 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസ്. അപ്പോൾ ഇത് നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന അത്യാവശ്യം ജനലുകളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ കാണുന്നത് നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ 2നും കൂടി 2 ബെഡ്റൂമായിട്ട് കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. അവിടെ തന്നെയാണ് വാഷ് ബേസിൻ സ്പേസും കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂമാണ്.
ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഒരുപാട് വലുതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല സ്പേസ്, ഒരു കുഞ്ഞു ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന 2 ബെഡ്റൂമുണ്ട്. ഇതേ വലുപ്പത്തിൽ തന്നെയാണ് അപ്പുറത്തുള്ളത്. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് അവർ. ശരിക്കും പറഞ്ഞാൽ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ 5-6 വർഷം പഴക്കമുണ്ടെന്ന് പറയില്ല. പുതിയ വീട് പോലെ തന്നെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലൊരു ബെഡ്റൂമാണുള്ളത്. 10ക്ക് 10 എന്ന് പറയാം. 10ക്ക് 10 ബെഡ്റൂമാണ് രണ്ടും ഉള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നേരെ കിച്ചണിലോട്ടാണ്. കിച്ചണും അത്യാവശ്യം സ്പേസ് ഉണ്ട്. വെളിയിൽ നമ്മൾ ആ കണ്ട പോർഷൻ ഉണ്ടല്ലോ, അതിന് നമുക്ക് ശരിക്കൊരു വലിയൊരു ഡൈനിങ് സ്പേസ്, ശരിക്കും ഗ്രില്ലൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഈ ഒരു പോർഷനാണ്. ഇതിൽ എല്ലാത്തിൻ്റെയും ഡോറുകൾ കൊടുത്തിട്ടില്ല, പക്ഷേ സ്റ്റോറേജ് സ്പേസുകൾ മേലെയും താഴേക്കായിട്ട് കിച്ചണിൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കുന്നാണ് കയറി വരുന്നത്. അതുപോലെ തന്നെ വടക്ക് കിഴക്കായിട്ടാണ് നമ്മുടെ കിണർ ഇരിക്കുന്നതും. വാസ്തുപ്രകാരം നോക്കുമ്പോൾ വടക്ക് കിഴക്കായിട്ട് കിണർ വരുന്നത് കറക്റ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ടേജ് നല്ല വടക്ക് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു മേഴ്സി കോളേജിൻ്റെ അടുത്ത് ഒരു 6 കിലോമീറ്റർ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു 9-10 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ലുലു മാൾ നോക്കുകയാണെങ്കിൽ ഒരു 9-10 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ പ്രോപ്പർട്ടി 5 സെൻറ്റ് 800 സ്ക്വയർ ഫീറ്റ്, ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ ഒരു 2 BHK പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 28 ലക്ഷം രൂപയാണ്. ആസ്കിംഗ് പ്രൈസാണ്, നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനൽ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതേപോലെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇതുപോലെ തന്നെ പുതിയ സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.